വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ട്രംപ് ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. അതിഭയാനകരമായിട്ടുള്ള ഒരു വീഡിയോ എന്നാണ് അത് കണ്ടവരെല്ലാം അഭിപ്രായപ്പെടുന്നത്. സംഭവമൊന്നുമില്ല, ഈ ആണവ നിലയങ്ങൾക്ക് സമീപം അതിഭീകരമായിട്ടുള്ള ആക്രമണം കഴിഞ്ഞ ദിവസം ട്രംപ് അഴിച്ചുവിട്ടിട്ടുണ്ട്. ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോ ഈ ആണവ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇറാന്റെ ഭാഗത്തുനിന്നും വലിയ പ്രസ്താവന വരുന്നുണ്ട്. പക്ഷെ ഇതല്ല നമ്മുടെ വിഷയം. ഇറാൻ ആണവ ചോർച്ചയോ ഇറാന് ട്രംപിന്റെ ബോംബോ ഒന്നും ഒരു വിഷയമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇറാൻ യുദ്ധത്തിൽ കൂടെ വളർന്ന ഒരു രാജ്യമാണ്. ട്രംപിന്റെ 140 ലക്ഷം കോടി രൂപ ഇതിനോടകം തന്നെ പോയി എന്നുള്ള റിപ്പോർട്ടുണ്ട്. ട്രംപിന്റെ അധികാര സ്ഥാനം ആടി ഉലയുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ അമേരിക്കയിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞു. ട്രംപിന്റെ അനുയായി അവിടെ ട്രംപ് ആവാനായിട്ടുള്ള, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആവാനായിട്ടുള്ള ഉടുപ്പൊക്കെ തച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ വിഷയം അതല്ല. ഇതിനുശേഷം ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് 6 രാജ്യങ്ങൾ നശിക്കാൻ പോവുകയാണ് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഈ 6 രാജ്യങ്ങളിൽ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാള വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നമ്പർ 1, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഞങ്ങൾ ഇനി ആക്രമിക്കാൻ പോകുന്നത് മാണ് എന്ന് ഇറാൻ ഇപ്പോൾ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അത് ബഹ്റിനല്ല, അത് സൗദിയല്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ ഞങ്ങൾ തകർക്കും എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതും വെറുതെ തകർക്കുകയല്ല. നേരത്തെ ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടിരുന്നത് അവിടെയുള്ള അമേരിക്കൻ ബേസുകളെയായിരുന്നു. പക്ഷേ ഇനി ഞങ്ങൾ സിവിലിയൻസിന്റെ മുകളിൽ കൂടെ ബോംബിടാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ UAE-യിൽ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവർ പറയുന്നത് നിങ്ങളുടെ മതസ്ഥാപനങ്ങൾ, നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിങ്ങളുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ തകർക്കാനായിട്ട് പോവുകയാണ്. ഒരുപക്ഷെ ബുർജ് ഖലീഫയ്ക്ക് നേരെ പോലും ഒരു മിസൈൽ വന്നാൽ ഇനി അതിശയപ്പെടാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ താക്കീത് കൊടുത്ത ശേഷമാണ് ട്രംപ് ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇതിന് ഇടയിൽ അമേരിക്ക ഇറാനോട് ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അത് നേരത്തെ വന്നതാണ്, എങ്കിലും ഇപ്പൊ അത് പറയാനായിട്ട് തോന്നി. കാരണം 48 മണിക്കൂർ ഒന്ന് വെടിനിർത്തൽ ഉണ്ടാക്കണം, അത് നിങ്ങളൊന്ന് വെടിനിർത്തണം എന്ന് അമേരിക്ക പറഞ്ഞിട്ട് ഇറാൻ കേട്ടില്ല. ഇറാൻ പറഞ്ഞു വെടിനിർത്തലൊന്നും വേണ്ട, യുദ്ധമല്ലേ, നമുക്ക് അടിച്ചു തന്നെ തീർക്കാം എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് ഇതിനിടയിൽ ഇന്ത്യ സേഫ് ആണ്. നമുക്ക് ഗ്യാസ് ക്ഷാമം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഉണ്ടാകില്ല. എത്ര വലിയ യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നയതന്ത്രം പക്കയാണ്. 46,000 ടൺ LPG നമുക്ക് ഹോർമൂസ് കടലിടുക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇരട്ടി തലവേദന വരികയാണ്. കാരണം ചൈന ഏത് നിമിഷവും തായ്വാനെ ആക്രമിക്കും എന്നുള്ള സാഹചര്യം നിൽക്കുകയാണ്. തായ്വാനെ ആക്രമിക്കുന്നതല്ല അമേരിക്കയ്ക്ക് തലവേദന എന്ന് പറയുന്നത്. തലവേദന എന്ന് പറയുന്നത് തായ്വാനിന്റെ കടലിനടിയിലുള്ള കേബിൾ ഉണ്ട്. ഈ കേബിള് മുറിച്ചു കളഞ്ഞാൽ ലോകം മുഴുവൻ പ്രതിസന്ധിയിലാകും. അപ്പൊ അങ്ങനെ പ്രതിസന്ധിയിലായി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ്. അപ്പോൾ US കോൺഗ്രസ് ഒരു പുതിയ ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. ഈ കേബിളുകൾ സംരക്ഷിക്കാനുള്ള ഇരട്ടി ചെലവ്. അമേരിക്കയ്ക്ക് ഇപ്പൊ ഇരട്ടി ചെലവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ചൈന തായ്വാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയാണ് പ്രാഥമികമായിട്ട് തകരാൻ പോകുന്നത്. കാരണം അമേരിക്കയുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ എല്ലാ റോ മെറ്റീരിയൽസും വരുന്ന തായ്വാനിൽ നിന്നാണ്. അങ്ങനെ ഒരു ആക്രമണം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അമേരിക്ക ആദ്യം ആപ്പിൾ കൂട്ടും, രണ്ടാമത് അമേരിക്കയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം പ്രതിസന്ധിയിലാവും. ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം സൃഷ്ടിക്കും. അപ്പോൾ ഇറാന്റെ കൂടെ ഇപ്പോൾ തായ്വാനെ കൂടെ മാനേജ് ചെയ്യേണ്ട ഒരു ഗതി അമേരിക്കയ്ക്ക് വന്നിരിക്കുകയാണ്. എന്റെ ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാൻ UAE-ക്ക് നേരെ ഒരു ആക്രമണം അഴിച്ചുവിടുവോ, അങ്ങനെയായി ആണെങ്കിൽ അതിന്റെ ഒരു കാഠിന്യം എത്രത്തോളം ഉണ്ടായിരിക്കും? കഴിഞ്ഞ 12 മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുമ്പോൾ ട്രംപ് പറഞ്ഞു 48 മണിക്കൂറിനുള്ളിൽ ഇറാനെ ഞാൻ നരകമാക്കും എന്നൊരു പ്രസ്താവന ഉണ്ട്. അതിനുശേഷം അദ്ദേഹം ട്രൂത്ത് എന്ന് പറയുന്ന തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അതാണ് ധനുഷ് നേരത്തെ പറഞ്ഞത്. ഭയാനകമായ ഒരു വീഡിയോ ആണ്. പക്ഷെ അതിനകത്ത് അദ്ദേഹം ഡേറ്റ് പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല. ഇത് പഴയ വീഡിയോ ആണോ പുതിയ വീഡിയോ ആണോ ഒരു പിടുത്തവും ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇറാനിലെ ഉന്നത നേതാക്കളെ താൻ ഇല്ലാതാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് തൊട്ടടുത്ത് ഇപ്പോൾ ഞാൻ ഈ സീറ്റിൽ വന്നിരിക്കുന്നതിന് തൊട്ടുമുമ്പ് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഇറാനിൽ കുടുങ്ങിയ പൈലറ്റിനെ രക്ഷപ്പെടുത്തി എന്ന് അമേരിക്ക പറയുന്നു. എന്നിട്ട് അവർ തന്നെ പറയുന്നു ഇപ്പോഴും ഞങ്ങളുടെ അടുത്തുണ്ട്, രക്ഷപ്പെടുത്തൽ ദുഷ്കരമാണ്. രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഒരു കമാൻഡോ സംഘം എത്തി ഈ പൈലറ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും പോരാട്ടം തുടരുകയാണ്, കനത്ത വെടിവെപ്പ് തുടരുകയാണ് ഈ പൈലറ്റിനെ രക്ഷിക്കാൻ എന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇറാൻ $60,000 ആയിരുന്നു ഈ പൈലറ്റിനെ പിടിച്ചു കൊടുക്കുന്ന സിവിലിയൻസിന് ഓഫർ ചെയ്തിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം ഒരു പൈലറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് അത് മാറുന്നു ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഈ പറയുന്ന 48 മണിക്കൂറിനുള്ളിൽ ഇറാനെ നരകമാക്കും എന്ന് പറയുന്നു. ഇവിടെ ഇന്ന് പുലർച്ചെ നമ്മൾ കേട്ട വാർത്ത, കുവൈറ്റിന് നേർക്ക് ഒരു വലിയ രീതിയിലുള്ള ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട്. അവരുടെ 2 ഊർജ്ജ പ്ലാന്റുകൾക്ക് നേരെ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വലിയ രീതിയിൽ, അതായത് ചുറ്റുമുള്ള രാജ്യങ്ങൾ, ഞാൻ ഇപ്പോഴും ഈ ഇറാൻ മുമ്പ് പറഞ്ഞ ഓർക്കുകയാണ്. അതായത് ഞങ്ങൾ മുങ്ങിയാൽ നിങ്ങളെ കൂടെ മുക്കും, നിങ്ങളെ ഉൾപ്പെടെ ഞങ്ങൾ മുങ്ങൂ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇതിനകത്തൊരു കാര്യം, ഇന്നലത്തെ ഒരു വലിയ തലക്കെട്ടോട് നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല. ഇന്നലത്തെ
വൈകുന്നേരം മാധ്യമങ്ങളിൽ വന്നൊരു തലക്കെട്ട്, സ്ഫോടനങ്ങളും യുദ്ധങ്ങളും കൊടുമ്പിരി കൊള്ളുമ്പോൾ അതിനിടയിലൂടെ ഇന്ത്യയുടെ കപ്പലുകൾ വരിവരിയായി ജാഥ പോലെ കടന്നു വരുന്നു എന്നാണ്. 8 കപ്പലുകളാണ് ഇന്നലെ ഹോർമിസ് കടന്ന് വരിവരിയായിട്ട് പുറത്തോട്ട് പോകുന്ന ഒരു കാഴ്ച. ഇത് നമ്മളെ സംബന്ധിച്ച് ആനന്ദം പകരുന്നതാണ്, സന്തോഷം പകരുന്നതാണ്. പക്ഷെ അത് എത്ര നാളെന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. കാരണം ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണെങ്കിൽ, ആ രാജ്യങ്ങളിലെല്ലാം വലിയ തകർച്ചയെ നേരിടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഊർജ്ജ പ്ലാന്റുകളും മറ്റും തകരുകയാണെങ്കിൽ നമ്മളെയും അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും. നിലവിൽ നമ്മൾ ഡീസലിനും പെട്രോളിനൊന്നും വില കൂട്ടിയിട്ടില്ല. പക്ഷെ ക്രൂഡ് ഓയിലിന്റെ വില വല്ലാതെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ വർദ്ധിച്ചു നിൽക്കുമ്പോൾ നമ്മൾ കൂട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. പക്ഷെ അത് എത്ര നാൾ എന്നുള്ള ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ ഈ ചെങ്കടലിലുള്ള ജലപാത കൂടി ഇറാൻ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ലോകം പോകുന്ന ഒരു കടുത്ത പ്രതിസന്ധിയിലായിരിക്കും. ഇതായത് ഈ യുദ്ധത്തിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്ന് ഇപ്പോൾ പറയേണ്ടി വരും. കാരണം ട്രംപ് കൊടുത്തിരിക്കുന്നത് 48 മണിക്കൂർ. ആദ്യം ട്രംപ് പറഞ്ഞത് 48 മണിക്കൂർ വെടിനിർത്തുമെന്ന് പറഞ്ഞു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കമാൻഡ് അവളെ കൂടുതലുകൊണ്ട് ചാടിച്ചിട്ട് ഇവരുടെ പൈലറ്റിനെ രക്ഷപ്പെടുത്താനായിരിക്കണം. പക്ഷെ അതിനെ ഇറാൻ തള്ളിക്കളയുകയാണ് ചെയ്തത്. അതിനുശേഷം പറഞ്ഞു 48 മണിക്കൂറിന് ഉള്ളിൽ അത് ഞാൻ നരകമാക്കി മാറ്റുമെന്ന് പറഞ്ഞു. ഈ നരകമാക്കി മാറ്റുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇറാനിൽ നിന്ന് അത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടില്ല. ഈ പൈലറ്റിനെ കുറിച്ചുള്ള വാർത്തകൾ അൽ ജസീറ പറയുന്നത് തന്നെ ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത അവസാനിപ്പിക്കുന്നത് തന്നെ. അതിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. പൈലറ്റിനെ അമേരിക്കയുടെ ട്രംപൊക്കെ ആയതുകൊണ്ട് തള്ളി മറിക്കുകയും ചെയ്യുന്നുണ്ട്. രക്ഷപ്പെടുത്തിയെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവർ പറയുന്നു രക്ഷപ്പെടുത്തിയെങ്കിലും സുരക്ഷിതമായ മേഖലയിലല്ല എന്ന് അവർ പറയുന്നുമുണ്ട്. ഏതായാലും അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഇറാനിലാണ് പൈലറ്റ് എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് കൺഫേം ആയിരിക്കുന്നു. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഈ വരും മണിക്കൂറുകൾ വളരെ നിർണായകമായി മാറുകയാണ്. ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന യുദ്ധം. അതിനിടയിലാണ് ചൈന നിശബ്ദമായി നടത്തുന്ന ഒരു വലിയ മൂവ്മെന്റ് ഉണ്ട്. അവരുടെ 28ഓളം പടക്കപ്പലുകൾ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്ന് ഈ തായ്വാന്റെ ചുറ്റും അവർ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇവിടെ ഒരു തിയറി ഉണ്ട് ധനുഷ്. ഈ അമേരിക്ക കാണിക്കുന്ന മഡൂറോയെ വെനിസുലയെ കടന്നു കയറുന്നു, ക്യൂബയെ കടന്നാക്രമിക്കാൻ പോകുന്നു, ഒപ്പം തന്നെ ഇറാനെ ആക്രമിക്കുന്നു. ഇതേ തിയറി അല്ലെങ്കിൽ ഇതേ നിയമം തന്നെ തങ്ങൾക്കും ബാധകമല്ലേ എന്ന് വേറൊരു രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. തങ്ങൾക്ക് തായ്വാൻ ഒരു തലവേദനയാണ്, തങ്ങളുടെ പ്രവിശ്യയാണ്. അതുകൊണ്ട് തങ്ങൾ എന്തിനാണ് അവരെ പിടിച്ചെടുക്കുന്നത്? ഇന്ത്യ ഇതേ സമയത്ത് തന്നെ ഭീകരവാദികൾ ഇന്ത്യ ആക്രമിക്കുകയും ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിക്കുകയും ചെയ്താൽ ഇന്ത്യക്ക് പറയാൻ പറ്റുമല്ലോ ഞങ്ങളെ ആക്രമിക്കുന്നു, ഞങ്ങളുടെ ശത്രുവാണ് അവര്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ ഇല്ലായ്മ ചെയ്തല്ലേ പറ്റൂ എന്ന് ചോദിക്കുന്ന പോലെ എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പൊ ഇനി അതൊരു മാതൃക. ഇത് തുടക്കത്തിലെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ്. ട്രംപ് ഇപ്പോൾ കാണിക്കുന്നത് ലോകരാജ്യങ്ങൾ മാതൃകയാക്കിയാൽ ഈ ലോകത്ത് എന്ത് സംഭവിക്കുമെന്നുള്ളത്. ഇപ്പൊ തായ്വാനിലേക്ക് അവർ നീങ്ങുന്നു. ഷീ ജിൻപിങ് ചൈനയുടെ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ അദ്ദേഹം അതിന്റെ ആദ്യത്തെ പ്രതിജ്ഞ തന്നെ 2027 അത് അടുത്ത വർഷം അദ്ദേഹം സ്ഥാനം അദ്ദേഹത്തിന്റെ ഈ കാലാവധി തീരുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്റെ കാലാവധി തീരും മുമ്പ് തന്നെ തായ്വാൻ ചൈനയോട് കൂട്ടിച്ചേർക്കപ്പെടും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് കയറിയത്. അതിന് തുടക്കം മുതൽ തന്നെ അവരുള്ള നീക്കങ്ങളുമായിട്ട് ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ആ 2026 തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴേ അവർ കരുതെത്തിയാലേ അവർക്ക് 27 ആകുമ്പോഴേക്കും ഈ തായ്വാനെ അവർക്ക് കൈപ്പിടിയിലേക്ക് പൂർണ്ണമായി എത്തിക്കാൻ കഴിയും. അങ്ങനെ ഒരു നീക്കം വരുന്നു. ഇതിനിടയിൽ ഇറാൻ ഇന്നലെ പറഞ്ഞ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് നമുക്ക് ഭയക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവർ പറയുകയല്ല ചെയ്തത്, അവർ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റാ സെന്ററുകൾ, അതായത് ഈ നേരത്തെ പറഞ്ഞ ഗൂഗിളിന്റെ മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ ഓഫീസുകൾ അടിച്ചതവർക്കൊന്നും മാത്രമല്ല അവർ പറഞ്ഞത്, അവരിപ്പോ ജീവനക്കാരെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്, മെറ്റാഡൊക്കെ. അത് മാത്രമല്ല കേബിളുകൾ ഞങ്ങൾ തകർത്തുകളായി എന്നുള്ള കേബിളുകൾ കേബിളിന് നേർക്ക് ആക്രമണം നടന്നിട്ടുണ്ട്. കടലിനടി കൂടെ പോകുന്ന കേബിളുകൾക്ക് നേർക്ക് ഇന്നലെ ആക്രമണം നടന്നിട്ടുണ്ട്. ഇതിപ്പോ തായ്വാന്റെ കേസിൽ കൂടെ കടലിന്റെ അടി കൂടെ പോകുന്നത് ഇന്റർനെറ്റ് ആണോ? ഇറാന്റെ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഇന്റർനെറ്റിന്റെ കേബിളാണ്, ഹൈസ്പീഡ് ഇന്റർനെറ്റ് ഡാറ്റകൾ പോകുന്ന കേബിളുകളാണ്. ഈ കേബിളുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്നുള്ള ഒരു വിഷയമല്ലല്ലോ. ലോകത്തിന്റെ മുഴുവൻ ലോജിസ്റ്റിക്കുകൾ സ്തംഭിക്കുകയല്ലേ ചെയ്യുന്നത്. ലോകത്തെ ആരോഗ്യരംഗം, ആശുപത്രി, ഇതെല്ലാം സ്തംഭിക്കുകയല്ലേ. ഇതിപ്പോ എല്ലാം നെറ്റ്വർക്കിലൂടെ കടന്നു പോകുന്നൊരു സംഭവമാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാകണം ശ്രീമാൻ വ്ളാഡിമിർ പുടിൻ ഒരു 2-3 മാസം മുമ്പ് തന്റെ രാജ്യത്ത് എല്ലാവരും മൊബൈൽ മാറ്റി പേജർ കൊടുക്കുന്നു, പേപ്പറിൽ തന്നെ ഡോക്യുമെന്റ്സ് എഴുതാൻ പഠിപ്പിക്കുന്നു. ഇപ്പൊ അവിടെ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്, നെറ്റ് ഉപയോഗിക്കുന്നില്ല. നമുക്കറിയാമല്ലോ. ഒരു ചെറിയ ഉദാഹരണം പറയാം. കുറച്ച് നാൾക്ക് മുമ്പ് കുറച്ച് സമയം നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നിന്നുപോയി. നമ്മളെ കണക്കുള്ള സാധാരണക്കാർക്ക് ഫേസ്ബുക്ക് യൂട്യൂബ് നിന്ന് കഴിഞ്ഞാൽ കുറെ പടമോ ഇല്ലെങ്കിൽ വീഡിയോസോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളത് കാണാൻ പറ്റത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ നമ്മൾ അനുഭവിച്ചൊരു വലിയ പ്രയാസം ഉണ്ടാകും, നമ്മുടെ ജനത അനുഭവിച്ചത്. നമ്മൾ എത്രയോ പേര് മെസ്സേജ് ഇട്ട് ചോദിക്കണം, എന്ത് പറ്റി ഫേസ്ബുക്ക് പോയോ, യൂട്യൂബ് പോയോ? യൂട്യൂബ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒരു 10 മിനിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇതറിയാം. ഇത് നമ്മളെ സാധാരണപ്പെട്ടവരാണ്, നമ്മുടെ ജീവിതത്തെ ഒന്നും ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ നമ്മുടെ വ്യാപാര രംഗത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ കേബിളുകൾ കട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഒപ്പം തന്നെ
ഈ ലോജിസ്റ്റിക് ആണ് മെയിൻ ആയിട്ട് പോകുന്നത്. ഒപ്പം തന്നെ ആധുനിക സേവന രംഗത്ത് ബ്ലോക്ക് ആക്കി കളയും. വിദ്യാഭ്യാസ മേഖലയിൽ, സൈനിക മേഖലയിൽ എല്ലാം അടക്കം സ്തംഭിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഈ നെറ്റ്വർക്ക് തകർന്നാൽ പോകുന്നത്. അതുകൊണ്ടാണ് കോടാനുകോടി രൂപ ചെലവഴിച്ച് എല്ലാ രാജ്യങ്ങളും കൂടെ ഇതിനു വേണ്ടി പണം മുടക്കിയിട്ട് ഈ കേബിളുകൾ, ചിലപ്പോഴൊക്കെ ഈ കപ്പലുകൾ കടന്നു പോകുമ്പോൾ ഈ കേബിളുകൾ മുറിയാറുണ്ട്. അപ്പോഴൊക്കെയാണ് യൂട്യൂബിനൊക്കെ അവരുടെ ചിലപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ ചില ഡിസ്റ്റർബൻസ് ഒക്കെ വരും നമ്മളുടെ ഇതിലേക്ക്. അപ്പം ഈ കേബിളുകൾ മുറിയുക എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ കമ്മ്യൂണിക്കേഷൻ മുറിയുക എന്നുള്ളതാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോട്ടെ, നമുക്ക് ഇപ്പൊ നടന്നായാലും നമ്മുടെ ഫ്രണ്ടിനെ ചാറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ബൈക്ക് എടുത്ത് പോയിട്ട് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി ഹായ് പറയാൻ പറ്റും. പക്ഷെ ഇത് ലോകരാജ്യങ്ങളിൽ അതല്ലല്ലോ സ്ഥിതി. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പോലും ഇന്ന് വലിയ വലിയ സർജറികൾ പോലും UK നിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഉള്ള ഡോക്ടർമാരെ ഓൺലൈനിൽ തന്നെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ലോകത്തിൽ മുഴുവൻ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കേബിൾ ശൃംഖല തകർന്നു കഴിഞ്ഞാൽ വിമാനങ്ങൾ പറക്കാതെയാകും, കപ്പലുകൾ നിശ്ചലമായി പോകും, നാവിക സിസ്റ്റം വർക്ക് ചെയ്യണ്ടേ, ലോകം മുഴുവൻ നിശ്ചലമായി പോകുന്ന ഒരു സാഹചര്യം വരും. ഒപ്പം തന്നെ ഈ സാമ്പത്തിക ട്രാൻസാക്ഷൻ എങ്ങനെ നടക്കും രാജ്യങ്ങൾ തമ്മിലുള്ള, ഇതെല്ലാം നിശ്ചലമായി പോകുന്ന ഒരു സാധ്യതയാണിത്. ഈ ഒരു സാധ്യതയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് കാര്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകം ഒരു ലോക്ക്ഡൌണിന് തുല്യമായ അവസ്ഥ. കാരണം ചലിക്കാൻ കഴിയില്ല ഒരു രാജ്യത്തിന്. നമുക്ക് ചലിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാകണമല്ലോ. ചലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ആ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. കാരണം യുദ്ധം പല വഴിക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം.